അത് സാധ്യത ഇവിടെ ഒരു 3 പിന്നെ ഒരു കടുവയും 2 കുട്ടികളും 3 കുട്ടികളും ഈ ആനപ്പാറ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കടുവക്കുട്ടി ആവാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പെരുന്തട്ട പിന്നെ അതുപോലെ തന്നെ ആനപ്പാറ, കുന്നമ്പറ്റ, ഓടത്തോട് മേഖലയിലൊക്കെ പശുവിനെ പിടിക്കുന്ന വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതും പിന്നെ ജനങ്ങൾ നിരന്തരം ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാറുണ്ട് രാത്രിയിൽ. ഇതിപ്പോ ഒരു കടുവയാണ് പോയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 2 ആഴ്ചയിലധികമായി ഏകദേശം ഇത് മരണപ്പെട്ടിട്ട്. അതിന്റെ ജനം കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓടത്തോട് പ്രദേശവാസികൾ കടുവയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് 1-2 ആനകൾ മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇന്നൊരു 30-ലധികം ആനകൾ ഈ ഭാഗത്ത് ഫോറസ്റ്റുകാർ തന്നെ സ്ഥിരീകരിക്കുന്നു. നമ്മളെ കാപ്പിയിൽ ഒരുപാട് കണ്ടിക്കണേ, വന്നും പോയി നിൽക്കുക. പല ആളുകളും കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഭാഗത്ത് കൂടെ ആന വരലുണ്ട്. 8 മണി 9 മണിക്ക് 3 മണിക്ക് കടുവയും പുലി. ഞാൻ കാപ്പിയടിച്ച് അവിടെ കണ്ണു ചെയ്തേക്കുക ഓരോതിനെ കൊന്നതൊക്കെ കാപ്പിയടിച്ചുമ്പോൾ. നമ്മൾ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ 6 മണിയാൽ എല്ലാവരും വീട്ടിൽ പോകും. ആരും അങ്ങനെ നിൽക്കില്ല. നമസ്കാരം. നമ്മളിന്നുള്ളത് വയനാട് ജില്ലയിലെ ഓടത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഇവിടെ കാപ്പി ഈ ഒരു എസ്റ്റേറ്റിൽ, അതായത് പോടാർ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് കാപ്പി പറിക്കാനായിട്ട് പോയ തൊഴിലാളികൾ ഒരു കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. കടുവയുടെ ജഡം എന്ന് പറയുന്നത് 1 മാസത്തിലധികമൊക്കെ പഴക്കം തോന്നിക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അഴുകി തീർന്ന പോലെയാണ് കിടക്കുന്നത്. പക്ഷേ എന്നാൽ കടുവയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. തൊലിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമ്മൾ അത് കടുവേനെ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 5 മണിയായി. കടുവയുടെ ബോഡിയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി, അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോയി. ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് ആ ഒരു പ്രദേശത്തേക്കൊന്ന് പോവുകയാണ്. അതായത് കറക്റ്റ് കിടന്ന ലൊക്കേഷൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏതായാലും ആ ലൊക്കേഷനിലേക്ക് ഒന്ന് പോകും. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെയുള്ള റൂട്ടിൽ കൂടെ പോയാലാണ് ഈ ഒരു കടുവയുടെ ജഡം കിടന്ന ഒരു സ്ഥലത്തേക്ക് എത്തുക. നമുക്ക് എന്തായാലും ഈ ഒരു പ്രദേശത്തുള്ള ഒരാളുണ്ട് നമ്മുടെ കൂടെ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിപിൻ. എന്താണ് ഇപ്പോൾ ഒരു കടുവ ഇങ്ങനെ ചത്തുപോയിരിക്കുകയാണ്, എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളും ഈ കടുവ ചത്തെന്ന് അറിയുന്നത് നമ്മൾ സുഹൃത്തുക്കൾ വിളിച്ചിട്ടാണ് അറിയുന്നത്. ഇവിടെ ഈ പോടാർ പ്ലാന്റേഷനിൽ കാപ്പി എസ്റ്റേറ്റ് ഉണ്ട്. ആ കാപ്പി എസ്റ്റേറ്റിലാണ് ഈ കടുവ ചത്ത വിവരം അറിയുന്നത്. ഇത് അറിയുന്നത് അവിടെ കാപ്പി പറിക്കുന്ന ആളുകൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് സാധനത്തിനെ കണ്ടത്. അങ്ങനെ പോടാർ പ്ലാന്റേഷൻ്റെ മാനേജറെ സൂപ്രണ്ടിനെ വിളിച്ച് പറയുകയും അവർ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവരും വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇനിയും കടുവ 2-3 കടുവകൾ ഇനിയുണ്ട് എന്നാണ് പറയുന്നത്. കടുവയായിട്ടും പുലിയായിട്ടും ഉണ്ട്. അപ്പോൾ ആൺകടുവയാണെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പം വരുന്ന ചാനലുകളിലൊക്കെ വാർത്തയിലൊക്കെ വരുന്നത് ആൺകടുവയാണെന്ന്. പ്രായമുണ്ടെന്ന് തോന്നുന്നു അല്ലേ കണ്ടിട്ട്? കുറച്ച് പ്രായമുണ്ട്. പിന്നെ അത് അഴുകിയ രീതിയിലുള്ളത്. 1 മാസമോ 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവണം. മരണകാരണം പറയാനായിട്ടില്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കടുവനെ DFO മുഖേനയുള്ള ആളുകളൊക്കെ വന്ന് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അതുവരെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ വരുന്ന സമയത്ത്. ഇപ്പം അവിടെ എല്ലാവരും പോയി. ഇപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ അവിടെ ഈ സ്ഥലത്ത്. ഈ പ്രദേശത്ത് ഇതിനു മുന്നേയും ഇങ്ങനെ കടുവയുടെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ട്. ഈ പ്രദേശത്ത് കടുവൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട്. കടുവൻ്റെയും പുലിൻ്റെയും പ്രശ്നം നന്നായിട്ടുണ്ട്. പിന്നെ മിനിഞ്ഞാന്ന് അങ്ങാടിയിൽ വേറൊരു കടുവനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. കടുവനെ പുലിയാണെന്ന് അറിയില്ല. ഇതുപോലെ ഒരു സാധനത്തിനെ കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കടുവ ചത്തു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ടെന്ന് തന്നെയാണ് പിന്നെ ആളുകളെല്ലാം പറയുന്നത്. ഇതിനു മുന്നേ മറ്റേ ഒരു കള്ളക്കടുവയും ഒരു 3 കുഞ്ഞുങ്ങളും കൂടെ 3-4 കുഞ്ഞുങ്ങളും കണ്ടുണ്ടായിരുന്നത് അത് ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആനപ്പാറ ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ? ഇല്ല, ആനപ്പാറ 2-3 റോഡ് മാർഗം തോട്ടംകുത്തി കൂടെ ആണെങ്കിൽ അത്രയും ദൂരമില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. അപ്പം അത്ര എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. നമുക്കിത് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഇതൊക്കെ ചെമ്പ്ര പീക്കിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഒരു മലയാണ്. അതിൻ്റെ താഴ്വാരം ഭാഗങ്ങളാണ് ഈ ഓടത്തോട്, അതുപോലെ തന്നെ ആനപ്പാറ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോടാർ എസ്റ്റേറ്റ് പ്ലാന്റേഷൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ആ ഒരു കടുവയുടെ ബോഡി നമ്മൾ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇവിടെ രാവിലെ കാപ്പി പറിക്കാൻ വന്ന തൊഴിലാളികളാണ് ഇത് കണ്ടത്.
ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കടുവ കൂടാതെ മറ്റ് 2 കടുവകളുടെ ജഡം കൂടെ കിട്ടിയിട്ടുണ്ട്. കുറിച്യാട് വനമേഖലയിൽ വനത്തിനുള്ളിലായിട്ടാണ് ആ 2 കടുവകളുടെ ജഡം കിട്ടിയിരിക്കുന്നത്. 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകടുവയും പെൺകടുവയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ 3 കടുവകളുടെ ജഡമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു തേയിലത്തോട്ടം കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു കാപ്പിത്തോട്ടത്തിലാണ് കടുവയുടെ അവശിഷ്ടം കണ്ടെത്തിയത്. നമ്മളിപ്പോൾ പ്രദേശത്തൊക്കെ വന്ന് അവിടെ ഇപ്പോൾ ഒന്നും കാണാനായിട്ടില്ല. പക്ഷെ എന്നാലും കറക്റ്റ് കിടന്ന ആ ഒരു പ്രദേശം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് ശരിക്കും ഏതാ എസ്റ്റേറ്റ് ഏതാ? ഇത് പോടാറല്ലേ? പോടാർ പ്ലാന്റേഷൻ. ഓഹോ, എസ്റ്റേറ്റിൻ്റെ തന്നെ സ്ഥലത്തല്ലേ ഇത് കിടന്നത്? അതെ അതെ, കാപ്പി തോട്ടത്തിൽ. ഓ, ഇതൊരു കൊല്ലിയല്ലേ? കൊല്ലികളിൽ പോകുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ ഓക്കെയോ? ഇപ്പോൾ തെഞ്ഞടിച്ച് വീണാൻ. ഇന്ന് രാവിലെ വന്നായിരുന്നു ഇങ്ങോട്ട്? ആ, ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് പോയതല്ലേ? ഓ, നിങ്ങളെടുത്തത്? ആ, ഇങ്ങനത്തെ സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ കാപ്പി പറിക്കാൻ വേണ്ടി വന്നാലേ ആളുകൾ? ഇതിൻ്റെ സ്മെല്ല് അടിക്കുന്നുണ്ട്. ഇതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഓ ഹോ ഹോ. അപ്പോൾ ഈ സ്മെല്ല് മോളി വരെ ഉണ്ടായിരുന്നു? ആ, സ്മെല്ല് ഏകദേശം ഇവിടെ ഈ ഭാഗത്തൊക്കെ എത്തിനു. അപ്പോൾ ഇവിടെ സ്മെല്ല് കേട്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് വന്നത് ആളുകൾ. എക്സാക്ട് ലൊക്കേഷനൊക്കെയാണ് പോകുന്നത്. വല്ലാത്ത സ്ഥലം തന്നെയല്ലേ? കാപ്പി പറിക്കാൻ മാത്രമേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് തോന്നുന്നല്ലേ? അതെ. ആ, ഇവിടെ എത്തുമ്പോഴത്തേ ഒരു സ്മെല്ലുണ്ടല്ലേ? ഉണ്ടല്ലേ? ഓ, ഇവിടെ കിടന്നല്ലേ? കിടന്നീന് അമ്മോ, സ്മെല്ലുണ്ട്. ഇട്ട സ്മെല്ലല്ലേ? ഈ ഒരു ലൊക്കേഷനല്ലേ കിടന്ന്? കറക്റ്റായ ഷേപ്പ് കാണാമല്ലേ നമുക്ക്? ആ, ഷേപ്പ് കാണാം. അതിൽ സ്റ്റില്ല് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് കിടന്നത്. സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ ശരിക്കും കണ്ടോട്ടോ. അതാണ് ഇവിടെ വേറെയും കടുവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ട്, കടുവ ഉണ്ടെന്ന് പറയണേ അല്ലേ? അധികം നേരം ഇവിടെ നിൽക്കണ്ട, റിസ്ക് എടുക്കണ്ട പോകുമ്പോൾ. 3 ഇതിനെ മിനിഞ്ഞാന്ന് നമ്മുടെ സുഹൃത്ത് ഇവിടെ അങ്ങാടിയിൽ കണ്ടു നിന്നേ ഒന്നിനെ. ആ, മിനിഞ്ഞാന്നായിട്ടുണ്ടല്ലേ സാധനം? മിനിഞ്ഞാന്ന് 3 കണ്ടതുണ്ട്. സംഭവം ഇവിടെ പെറ്റി പെരുകി ഇവിടെ തന്നെ ടെറിട്ടറി ആയി തോന്നുന്നു അല്ലേ? കാട്ടിലേക്കൊന്നും പോകുന്നില്ല ഇത്. പെറ്റി പെരുകാൻ സാധ്യത കുറവാ. ഇത് 4 കുഞ്ഞുങ്ങളെ ഇത് പറയുന്നത് വേറെ എവിടെ പിടിച്ചിട്ട് ഇവർ കൊണ്ടുവന്ന് വിടുന്ന സ്ഥലം ഇവിടെ അടുത്തോടുവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിയെ പാക്കാൻ സാധ്യത ഉള്ളൂ. പക്ഷെ ഒരു പെറ്റി പെരുകാനായിട്ടുള്ള സമയമൊന്നും ഇല്ല ഇവിടെ. ഇല്ലല്ലേ? ഇപ്പൊ അടുത്ത കാലത്തില് ഇവിടെ കടുവൊക്കെ ഇറങ്ങിയത്. പക്ഷേ ചെമ്പ്രയിൽ ഇറങ്ങൂല? ചെമ്പ്രയിൽ ഇറങ്ങും. ചെമ്പ്രയിൽ അങ്ങനെ ഇറങ്ങിയിട്ട് കാണുന്നില്ല. ഇങ്ങനെ യാത്ര ചെയ്ത് വന്നായിരിക്കും ചിലപ്പോൾ. അതെ അതെ. ഇതിപ്പോ അന്ന് നമ്മളാ പാടിനട കണ്ടിരുന്നില്ലേ? പാടിനട കണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ അതെ. ഇവർക്ക് കുറേ ചെറിയ സമയം കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യണവര്. ആണല്ലേ? സാധ്യതയുണ്ടല്ലേ? വല്ലാത്ത ചാട്ടം ഇപ്പല്ലോ. എന്നെ കൊണ്ട് അങ്ങനെ ചാടാൻ ശ്രദ്ധിച്ചു പോരെ? ശ്രദ്ധിച്ചു പോരെ? എന്നെ കൊണ്ട് അങ്ങനെ ചാടാൻ പറ്റൂല. കയ്യിൽ ഈ സാധനം ഉള്ളതുകൊണ്ടേ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിച്ച് വേറെ വഴിക്ക് പോകും. ഇത് രാവിലെ ആദ്യം കണ്ട ആളുകൾ ആരാന്നറിയോ? കണ്ടത് ഇവിടുത്തെ ജോലിക്കാരാണെന്ന് തോന്നി. ആ, പരിചയമുള്ളവരാ? ആളെ ഞാൻ കണ്ടില്ല. ഇത് പണിക്കാരാണ്, എസ്റ്റേറ്റിൽ വരുന്ന തൊഴിലാളികളാണ് കണ്ടത്. ആരോടെങ്കിലും ചോദിക്കാമോ? നമുക്ക് അവിടെ അന്വേഷിക്കാം. മൊത്തം എടുത്തോണ്ട് പോയില്ലേ? അത് മൊത്തം എടുത്ത് കൊണ്ടുപോയില്ലേ? ആ, മൊത്തം എടുത്ത് കൊണ്ടുപോയി വരെ. മുഴുവനെടുത്ത് കൊണ്ടുപോയി വരെ. അല്ലേ? ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിപ്പോൾ അവിടെ നേരിട്ട് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ആളുകൾ മൊബൈലിലും ഒക്കെ പകർത്തിയ ദൃശ്യങ്ങളുണ്ട്. ഈ ഒരു ബോഡി അവിടെ കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മുഴുവനായിട്ടൊന്നും കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് കണ്ടിട്ട് വരാം.
കുറേ ദിവസങ്ങളായി, ഒരാഴ്ചയിലധികമായി പിന്നെ തപ്പിയെടുക്കുകയാണ്. പിന്നെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പാടാ, കുന്നുംപറ്റ, ഓടത്തോട് മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് ജീവനത്തിന് ഭീഷണിയായിട്ട് മാറിയ കടുവ തന്നെയാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ വലിയൊരു ഞങ്ങളുടെ ആശങ്ക മാറും. പക്ഷേ ഇത് തിരിച്ചറിയേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ്. എന്തായാലും ഈ കടുവ അടക്കം നമ്മൾ പറയുന്നത് ഇനി ഒരു 3 കടുവ. ഇതാണ് നമ്മളൊന്ന് ഇവിടെ പകൽ സമയങ്ങളിലാണ് ഇവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ്. ഇത് കടുവയുടെ ബോഡി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഴുകിയ നിലയിലാണ് കിടക്കുന്നത്. 1 മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്ന് പകൽ സമയങ്ങളിൽ ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും കടുവയുടെ ബോഡി കൊണ്ടുപോയിരുന്നു. ഏതായാലും നമ്മളിനി ഈ പ്രദേശത്തുള്ള ആളുകളോട് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ കടുവേനെ ആദ്യം ഈ ബോഡി കിടക്കുന്ന കണ്ട തൊഴിലാളികളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. പേരെങ്ങനെയാണ്? പേര് അബു ടി കെ. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കടുവയുടെ പ്രശ്നം കുറച്ച് കാലമായിട്ടുണ്ടല്ലേ? ഉണ്ട്. ഒരു കഴിഞ്ഞ നവംബറിലാണ് കടുവകളൊന്നായിട്ട് ആനപ്പാർക്ക് ആ ഭാഗത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നിക്കില്ല. തള്ളാൻകുട്ടികളും കൂടെ അത് ചെന്ന് ചിതറി ആപ്പാടെ ഇവിടേക്ക് കുറച്ച് വന്ന് പെരുന്തട്ട അത് നടുപ്പാറ ആ ഭാഗത്ത് പിന്നെ അവിടെ ഇത് കാട് എന്താണ് പറയുക, ഇവിടെ ഈ കാപ്പിപ്പാടല്ലാന്ന് നമ്മളെ കാപ്പിയിൽ ഒരുപാട് കണ്ടിക്കണേ. വന്നും പോയി നിൽക്കുക. പല ആളുകളും കാണുന്നുണ്ട്. പിന്നെ മിഞ്ഞാന്നിട്ട് അസി പറഞ്ഞാൽ കാൽപ്പാട് കണ്ടു പറഞ്ഞു. എൻ്റെ കാൽപ്പാട് കണ്ടിക്കണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാ പിന്നെ മുന്നേ ഒരാഴ്ച മുന്നേ ഇപ്പോൾ ഇത് ചത്തിക്കണത്. പിന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് കൂടെ ആന വരലുണ്ട്. 8 മണി 9 മണിക്ക് 3 മണിക്ക് കടുവയും പുലി. പിന്നെ ഞാൻ കാപ്പി അടിച്ചുമ്പോൾ അവിടെ കണ്ടും ചെയ്തേക്കുക ഓരോ ഇതിനെ കൊന്നതൊക്കെ കാപ്പി അടിച്ചുമ്പോൾ. ഇപ്പൊ കാപ്പി പറിക്കാൻ പോകുന്ന ആളുകൾ ഇങ്ങനെ കടുവയുടെ ബോഡിയാണ് കണ്ടത്. ഇപ്പോൾ ജീവനോടെ കൂടി കണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നല്ല അവസ്ഥ? ജീവനായിട്ട് ഒക്കെ ഓടേണ്ടി വരും. നമുക്ക് പഞ്ചാരക്കൊല്ലി ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ അധികം ദിവസം ആയി. എല്ലാം കാപ്പി പറിക്കുന്ന ആളുകളായിരുന്നു. കാപ്പി പറിക്കുന്ന ആളാണ്. അതിന്റെ ഒരു വിഷമം നമ്മൾ ഇതുവരെ തീർന്നിട്ടില്ല. ഏതായാലും വലിയ സംഭവങ്ങളാണല്ലേ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നത്. ആന അതുകൊണ്ട് വരലില്ല. ഇപ്പോ ആന വരലില്ല. ഈ സാധനം ഈ പുതിയ കടുവല്ലോണ്ട് വരലില്ല. ആന വരുന്നില്ല. വരലില്ല. പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് 4 പൂച്ചനെ നമ്മളെ വീട്ടിന്റെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കണേ. ഇപ്പോഴല്ല, ഒരു 3 മാസം മുന്നേ. അത് അന്ന് കടുവ വന്ന് ദേശത്തിലേനത്. പിന്നെ കടുവ പുലിയും നന്നായിട്ടുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ ഒരു കുന്നുണ്ട് അവിടെ, പെരുന്തട്ട. അത് മലമലി അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാൻ പാറപ്പുറത്ത്. അതെ, കാണാം. ഏതായാലും ഒരു കൂട് വെച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഇവിടെ താഴെ ഒരു ഇതുണ്ട്, യുക്കാൻ്റെ. അവിടെ പിന്നെ അതിൻ്റെ ഇത് വെച്ച് പിന്നെ എന്താണ് CCTV വെച്ചിട്ട് അതൊന്നും കാണാനില്ല. പിന്നെ കണ്ടു കാരണമില്ല. അതിന് മുന്നേ കാണാൻ ആ പേരിൻ്റെ അടുക്കള ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടല്ലേ? ഉണ്ട്. നമ്മളെ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ 6 മണിയാൽ എല്ലാവരും വീട്ടിൽ പോലെ ആരും അങ്ങനെ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ റോഡ് കൂടി വന്നാണ് അതിന് പ്രത്യേകിച്ച് എല്ലാവരും വേഗം വരലുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വീടുകളുണ്ട്. അങ്ങോട്ട് വീടുകളുണ്ട്, പാടികളുണ്ട്. 10-24 പാടിയല്ലേ പോരാള്. അപ്പോൾ നമ്മൾ മുറോടൊക്കെ പറഞ്ഞ ഒരു ലൈറ്റ് വെച്ചാൽ വരാൻ വേണ്ടി പറഞ്ഞേ. അവര് വെക്കാന്ന് പോലെ പറഞ്ഞേ. അവരൊക്കെ എല്ലാം വെച്ചാൽ. പേരെങ്ങനെയാണ്? അജ്മൽ സാജിദ്. ഇവിടുത്തെ മെമ്പറല്ലേ? വാർഡ് മെമ്പർ. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇന്ന് എത്ര മണിയായപ്പോഴാണ് ഈ സംഭവം ആളുകൾ കണ്ടത്? ഇന്ന് ഉച്ചയുടെ അടുത്താണ്. ഇവിടെ പോതാർ പ്ലാന്റേഷൻ്റെ ഓർത്തോഡ് ഡിവിഷനിൽ കാപ്പി പറിക്കാൻ പോയ തൊഴിലാളികളാണ് ആദ്യമായിട്ട് കണ്ടത്. കാപ്പി പറിക്കാൻ പോയതല്ലേ? അവരെ എത്ര കൂട്ടമായിട്ടാണോ പോയത്? കൂട്ടമായിട്ടാണ് അവർ പോയതല്ലേ. പിന്നീട് മാനേജറും ഇവിടുത്തെ വാച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ എസ്റ്റേറ്റിൽ. അപ്പോൾ അവർ ഇതിന് മുന്നേ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, അവർ അടുത്ത ദിവസങ്ങളിലൊന്നും പോയിട്ടില്ല. പ്രത്യേകിച്ച് കാപ്പി പറിക്കാനും പിന്നെ തോട്ടം നനയ്ക്കാനൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ കാപ്പി പറിക്കാനായിട്ട് ആ സമയപ്പോൾ പോയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചത്തേന്ന് അങ്ങനെ വല്ലതും ഏകദേശം എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇത് മറ്റ് പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ സംഭവിച്ചതാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഒരു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ പറയാൻ പറ്റും. ഒരു 2 ആഴ്ചയിലധികമായിട്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്നു. 2 ആഴ്ച അല്ല, 1 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിശ്വാസം വരില്ല. 2 ആഴ്ച അല്ലേ? 2 ആഴ്ചയിലധികം ദിവസത്തിൽ താഴെ ഉള്ളൂ. അതെ. നല്ല സ്മെല്ലും ഉണ്ടല്ലോ. സ്മെല്ലും ഉണ്ട് നന്നായിട്ട്.
അപ്പോൾ ഇത് ആണാണോ പെണ്ണാണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അങ്ങനെ അവർക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയാന്ന് പറഞ്ഞത് 1.5 വയസ്സ് പ്രായമാണ് ഏകദേശം പറയുന്നത്. അവർ 1.5 വയസ്സ് പ്രായമുള്ളൂ. 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് സാധ്യത ഇവിടെ ഒരു 3 പിന്നെ ഒരു കടുവയും 2 കുട്ടികളും 3 കുട്ടികളും ഈ ആനപ്പാറ പ്രദേശത്തുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അപ്പോൾ അതിൽ ഒരു കടുവക്കുട്ടി ആവാനാണ് സാധ്യത. അപ്പോൾ ഈ കടുവ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പെരുന്തട്ട പിന്നെ അതുപോലെ തന്നെ ആനപ്പാറ, കുന്നമ്പറ്റ, ഓടത്തോട് മേഖലയിലൊക്കെ പശുവിനെ പിടിക്കുന്ന വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതും പിന്നെ ജനങ്ങൾ നിരന്തരം ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാറുണ്ട് രാത്രിയിൽ ഇതിൽ വാഹനങ്ങൾ പോകുന്നവരൊക്കെ നിരന്തരം കാണാറുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു കടുവയാണ് പോയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 ആഴ്ചയിലധികമായി ഏകദേശം ഇത് മരണപ്പെട്ടിട്ട്. അതിൻ്റെ ജഡം കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓടത്തോട് പ്രദേശവാസികൾ കടുവയെ കണ്ടിട്ടുണ്ട് ഈ നാടിൻ്റെ പല ഭാഗത്ത്. അപ്പോൾ ഇനിയും കടുവകൾ ഈ ഭാഗത്തുണ്ട്. ഈ കുട്ടമുണ്ട സബ്സ്റ്റേഷന് പുറകിലൊരു കൂട്ടമുണ്ട എസ്റ്റേറ്റ് ഉണ്ട്. 100-300ഓളം ഏക്കർ വരുന്ന തോട്ടമാണ്. ആ തോട്ടം വർഷങ്ങളായിട്ട് കാടുമൂടി കിടക്കുക. ആ തോട്ടങ്ങളിലാണ് കൂടുതൽ ആനകളും അതുപോലെ തന്നെ ഈ കടുവകളും ക്യാമ്പ് ചെയ്യുന്നത്. ഈ കടുവ ഈ കൂട്ടമുണ്ട എസ്റ്റേറ്റിലാണ് ക്യാമ്പ് ചെയ്യുന്നതെന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അവർ ജനങ്ങളോട് അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ആ ക്യാമറയിൽ അവർക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ കണ്ടതാണ്. ഫോറസ്റ്റുകാർക്ക് അറിയാവുന്ന കാര്യവുമാണ്. ആ കടുവകൾ തന്നെയാണ് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് പെരുന്തട്ടയിലും മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗത്തും പോയിട്ട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കടുവ ചത്തെങ്കിൽ പോലും ഇനിയും 3-4 കടുവകൾ ഈ എസ്റ്റേറ്റിന് കൂട്ടത്തിൽ തന്നെയുള്ള വേറെ പ്രായമുള്ള കടുവകളുണ്ട്. നിങ്ങൾ സ്പ്ലിറ്റ് ആയി പോയതായിരിക്കും. അതെ. അതിലിപ്പോൾ ഒരു കടുവ ഈ 1 അമ്മയും കുട്ടികളുമാണ്. അത് കൂടാതെ ഒരു കടുവ സ്ഥിരമായിട്ട് ചെമ്പ്രയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കൂട്ടമുണ്ട കാട്ടിലെ മൃഗങ്ങളൊക്കെ ആക്രമിക്കുന്ന ഒരു കടുവ സ്ഥിരമായിട്ട് ഒരു കടുവ വരുന്നുണ്ട്. അപ്പോൾ ആ കടുവയും കൂടിയുണ്ട്. അത് കുറച്ചും കൂടി കൂടുതൽ ആക്രമണകാരിയാണ്. പക്ഷെ അതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ പ്രദേശം നല്ലതായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ, ആശങ്കയിലാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് 1-2 ആനകൾ മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇന്നൊരു 30-ലധികം ആനകൾ ഈ ഭാഗത്ത് ഫോറസ്റ്റുകാർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ ആനകളാണ് ഇവിടെ പല സ്ഥലത്തും ഇറങ്ങി കൃഷിനാശവും അതുപോലെ തന്നെ 2 ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് 2 ആളുകൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പെരുകയാണ് ആനകൾ. അതുപോലെ തന്നെ ഈ കടുവ തുടക്കത്തിൽ തന്നെ അതിനെ മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമായിട്ട് പ്രശ്നം വരും ഭാവിയിൽ. ഒത്തിരി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശങ്ങളല്ലേ? ഒരുപാട് ജനങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. തോട്ടമേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ ആയതുകൊണ്ട് തോട്ടം തൊഴിലാളികൾ അതിരാവിലെ ജോലിക്ക് പോകുന്ന പ്രദേശമാണ്. അപ്പോൾ അവർ ഈ ഒരു കടുവ ആശങ്കയിലാണ് ദിവസം ജോലിക്ക് പോകുന്നതും തിരിച്ച് വീട്ടിൽ വരുന്നതും. നമ്മളിപ്പോൾ മാനന്തവാടിയിൽ കടുവ ഒരു കാപ്പി പറിക്കാൻ പോയ തൊഴിലാളി ആക്രമിച്ചത് കണ്ടതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾ രാവിലെ ഈ സംഭവം കേട്ടപ്പോൾ ആദ്യം ഞാനത് ഓർത്തേ, കാപ്പി പറിക്കാൻ പോകുന്ന ആളുകളാണല്ലോ അല്ലേ? അതെ. ഇവര് ഇപ്പോൾ ജീവനോട് കൂടി ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് തോട്ടം തൊഴിലാളികൾ സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റാണ് ഈ. അതുപോലെ തന്നെ ഈ കൂട്ടമുണ്ട കാപ്പിത്തോട്ടത്തിലാണെങ്കിലും നമ്മളിവിടുന്ന് കുന്നമ്പറ്റയിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികൾ ദിവസം രാവിലെ പണിക്ക് പോകുന്ന സ്ഥലമാണ്. അവരൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എസ്റ്റേറ്റിനകത്തുകൂടി പോകുന്ന സമയത്ത് കടുവകളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. പല ആളുകളും കടുവയുടെ മുന്നിൽ പെട്ടിട്ടുണ്ട്, പിന്നെ യാത്രക്കാരും മുന്നിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത് വ്യാപകമായിട്ട് വലിയ പ്രശ്നത്തിലേക്ക്. ഇപ്പോൾ നമ്മൾ മാനന്തവാടിയിലും ബത്തേരിയിലും ഒക്കെ കടുവ ആക്രമണം ഉണ്ടാകുന്നത് ഫോറസ്റ്റിനോടനുബന്ധ പ്രദേശങ്ങളിലാണ്. അവിടെ വലിയ പിന്നെ ഫോറസ്റ്റിനോട് ചേർന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് കടുവകളും ആനകളൊക്കെ ഇറങ്ങി ജനങ്ങൾക്ക് ഭീതി വരുത്തുന്നത്. എന്നാൽ ഈ ഭാഗത്ത് അങ്ങനെയല്ല. ഈ ഭാഗത്ത് ഫോറസ്റ്റിനേക്കാളും പുതിയൊരു ഫോറസ്റ്റ് ഇവിടുത്തെ സ്വകാര്യ തോട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ വർഷങ്ങളായിട്ട് തോട്ടം പരിപാലനമില്ലാത്തത് കൊണ്ട് കാടുമൂടി കിടക്കുന്നതുകൊണ്ട് ഒരുപാട് വന്യജീവികൾ, ഇപ്പോൾ മാൻകൂട്ടങ്ങളൊക്കെ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇതിലെ കാണുന്നതാണ്. അപ്പോൾ മാൻകൂട്ടങ്ങൾ, കാട്ടുപോത്ത്, കാട്ടുപന്നികൾ, അങ്ങനെ ഒരുപാട് വലിയൊരു വന്യജീവി സങ്കേതമായിട്ട് ഈ സ്വകാര്യ എസ്റ്റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ എസ്റ്റേറ്റുകൾ കറക്റ്റായിട്ട് ഇതിന്റെ മെയിൻ്റെനൻസ് വർക്ക് നടത്താത്തത്, തോട്ടം പരിപാലനം ചെയ്താൽ മാത്രം മൃഗങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഇപ്പോൾ അവർക്ക് എല്ലാം ഇപ്പോൾ ആനകൾക്കായാലും അവർക്ക് ഉള്ള എല്ലാ ഭക്ഷണവും, ചക്കയായാലും തേങ്ങയായാലും അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും ഈ തോട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ കടുവ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പറയുന്ന പോലെ മൃഗങ്ങൾ, പിന്നെ ഈ മാനുകളും അതുപോലെ തന്നെ കാട്ടാടുകളും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട മൃഗങ്ങളൊക്കെ ഇവിടെ സുലഭമാണ്. അതുകൊണ്ട് ആണ് കടുവകൾ ഇവിടെ കൂടുതൽ ഇപ്പോൾ കാണപ്പെടുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ സ്വകാര്യ തോട്ടങ്ങൾ കാട് വെട്ടി തെളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്
ആവശ്യപ്പെടണമെന്ന് കളക്ടറോടും ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ ഫോറസ്റ്റിനോടും പഞ്ചായത്തിനോടൊക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവരൊന്നും ഇതുവരെ ഇതിനൊരു വലിയ നടപടി സ്വീകരിച്ചില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഈ തോട്ടങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പിന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏതായാലും നമ്മളിന്ന് ആ ഒരു പ്രദേശം പോയി കണ്ടു. അതുപോലെ തന്നെ കടുവയുടെ ജലം കിടക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മൾ പകർത്തിയതല്ല, ആദ്യം ഇവിടെ വന്ന ആളുകൾ പകർത്തിയതാണ്, മൊബൈലിൽ പകർത്തിയ വിഷ്വൽസാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ശകലം ലേറ്റായിപ്പോയി. അതാണ് സംഭവം. ഒന്നാമതെ ഒരു ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം എല്ലാവരും പുറത്തറിയുന്നത്. 2 മണിയോടുകൂടിയാണ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് 5 മണിയൊക്കെ ആയി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു കിടക്കുന്ന ഒരു ദൃശ്യം കിട്ടിയില്ല. പക്ഷെ എന്നാലും നല്ല ക്ലാരിറ്റിയിലുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറിയില്ല. ഏതായാലും ഇങ്ങനെയാണ് കുറച്ച് നാളുകളായിട്ട്. എൻ്റെ തൊട്ട് പുറകിൽ ഈ കാണുന്ന മല ഉണ്ടോ, ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പെരുന്തട്ട പ്രദേശത്തെ പുലിയുടെ ശല്യവും കടുവയുടെ ശല്യമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, പല പ്രാവശ്യം ഇട്ടിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് നമ്മൾ അവിടെ ആ പുലീനെ സ്പോട്ട് ചെയ്യുന്നത്, അതായത് പുലി എപ്പോഴും ഒരു പാറപ്പുറത്ത് വന്ന് കിടക്കുന്നത്, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം. പുലി പാറപ്പുറത്ത് വന്ന് കിടക്കുന്ന ആ ഒരു കുന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ, അതായത് പുലീനെ കാണുന്ന ആ സൈഡിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടുള്ള പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് പോടാർ പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റാണ്, തേയിലത്തോട്ടവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ആ പ്രദേശത്ത് കാപ്പിത്തോട്ടമുണ്ട്. ആ കാപ്പിത്തോട്ടത്തിലാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ പ്രദേശത്ത് നിരവധി പ്രാവശ്യം നിരവധി ആളുകൾ കടുവേനെ കാണുകയും അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ട് അപ്പുറത്തായിട്ടുള്ള ഒരു 2-3 കിലോമീറ്റർ റോഡ് മാർഗം പോയാൽ ഉള്ള ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓപ്പറേഷൻ റോയൽ സ്ട്രൈക്സ് എന്ന് പറഞ്ഞിട്ട് തള്ളയും 4 കുഞ്ഞുങ്ങളെയും കൂടെ പിടിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയത്. അത് ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2-3-4 മാസത്തിന് ഉള്ളിലൊക്കെ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി ആനകൾ മൂലം ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ ഈ ഓടത്തോട് ആനപ്പാറ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടുവ തന്നെ പല പ്രാവശ്യം വളർത്തു മൃഗങ്ങളെ പിടിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുന്തട്ടയിലെ കാര്യം, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഏതായാലും ഇപ്പോൾ ഒരു കടുവ ഇങ്ങനെ ചത്തുപോയിരിക്കുകയാണ്. 1.5 വയസ്സെന്നാണ് ഇപ്പോൾ നമുക്ക് മെമ്പർ പറയുന്നത് കേട്ടത്. എല്ലാവരും പറയുന്നത് ഒരു ആശ്വാസം എന്നൊക്കെയാണ്. പക്ഷേ ഇനിയും ഒത്തിരി കടുവകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ജനങ്ങളുടെ ആശങ്ക. മറു സൈഡിൽ ഇതേപോലെ കൃത്യമായിട്ട് ഇങ്ങനെ ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ പിടിച്ച് മാറ്റി സേഫായിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി അതുങ്ങളെ സേഫായിട്ട് പാർപ്പിച്ചില്ലെങ്കിൽ ഇതേപോലെ ഒത്തിരി മൃഗങ്ങൾ ഇതേപോലെ ചത്തു പോകുന്നുണ്ട്. അപ്പോൾ കടുവ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാഷണൽ ആനിമലാണ്. അപ്പോൾ ഒത്തിരി എണ്ണമൊന്നുമില്ല. ഈ പറയുന്ന പോലെ മൊത്തം വേൾഡിലെ ടോട്ടൽ ടൈഗർ പോപ്പുലേഷൻ്റെ 60% നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ജീവികളൊക്കെ ഇങ്ങനെ നാട്ടിലിറങ്ങുന്നതിനൊക്കെ കൃത്യമായിട്ട് കേജ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതുങ്ങളുടെ ജീവനും എങ്കിലും സേഫായിട്ട് നിർത്താം. അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്കയും അകറ്റാം, ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും അകറ്റാൻ പറ്റും. ഏതായാലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ 2ാമത്തെ കടുവയാണ് ചാകുന്നത്. ഒന്ന് പഞ്ചാരക്കൊല്ലിയിലെ നമ്മുടെ രാധ എന്ന് പറയുന്ന ആ ചേച്ചീനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കടുവയാണെങ്കിൽ ഇപ്പോൾ കണ്ടത്, ഇപ്പോൾ പറയുന്ന കേട്ടതനുസരിച്ചാണെങ്കിൽ 1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു കടുവയാണ്. ഏതായാലും പ്രായമൊന്നും കൃത്യമായിട്ട് ഇനിയിപ്പോൾ കൺഫേം ചെയ്യാനുണ്ട്. മെയിലാണോ ഫീമെയിലാണെന്നുള്ളതൊക്കെ ഇനി വരാനുണ്ട്. എന്താണ് മരണ കാരണം എന്നുള്ളതും ഇനി അറിയാനുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.